കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി ബംഗളൂരു എഡിഷൻ 25 ഓഗസ്റ്റ് 2024 ഞായറാഴ്ച 1200 ചിങ്ങം 9. ഞെട്ടിച്ച് തീരാ കഥകൾ എന്നുള്ളൊരു വലിയൊരു തലക്കെട്ടുമായിട്ടാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ 1-ാം പേജ് വന്നിട്ടുള്ളത്. ഉർവശിയുടെ ഒരു കളർ ചിത്രം തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ഉർവശി ആക്ട്രസ് ഉർവശിയുടെ നടി ഉർവശിയുടെ ഒരു കളർ ചിത്രം കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈ വത്സരവാക്കത്തെ വീട്ടിൽ ഉർവശി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളൊരു അടിക്കുറിപ്പും അതിൽ ഉണ്ട്. ഒരു പ്രധാനമായിട്ടുള്ള അതിന് താഴെയുള്ള വാർത്ത, രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ സർക്കാർ, രാജിയിലേക്ക് രഞ്ജിത്ത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനൊപ്പം രാഷ്ട്രീയ സമ്മർദ്ദം കൂടി കടുക്കുന്നതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിന്റെ ഭാവി തുലാസിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത്. അടുത്തൊരു ചെറിയൊരു വാർത്ത, നിലപാട് തിരുത്തി സജി ചെറിയാൻ. നടി പരാതിയുമായി വന്നാൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കും, കുറ്റം ചെയ്യാത്തയാളെ ക്രൂശിക്കാൻ കഴിയില്ല. അടുത്തൊരു ഉർവശിയെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയുണ്ട്. അമ്മ ശക്തമായ നടപടി എടുക്കണം. ചെന്നൈ ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ താരസംഘടനയായ അമ്മ ശക്തമായ നടപടി എടുക്കണമെന്ന് നടി ഉർവശി. അടുത്തത് ശ്വേത മേനോന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുമുണ്ട് ശ്വേത മേനോൻ. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ടാകുമെന്നും അവർ മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ടെന്നും നടി ശ്വേത മേനൻ. താനും അനധികൃത വിലക്ക് നേരിട്ടിട്ടുണ്ടെന്നും കരാർ ഒപ്പിട്ട 9 സിനിമകളിൽ നിന്ന് പുറത്തായത് അതിന്റെ ഭാഗമായിട്ടാണെന്നും അവർ വെളിപ്പെടുത്തി. സിദ്ദിഖ് പീഡിപ്പിച്ചെന്ന യുവനടി. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചെന്ന ആരോപണവുമായി യുവനടി. സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് നടി പറഞ്ഞത്. മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും നടി പറഞ്ഞു. സിദ്ദിഖിന്റെ പ്രതികരണം ലഭിച്ചില്ല എന്നും മാതൃഭൂമി സൂചിപ്പിക്കുന്നുണ്ട്. നടൻ സിദ്ദിഖിനെ പ്രതികരണത്തിനായി മാതൃഭൂമി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് ഒരു ഫ്രണ്ട് പേജിൽ ചട്ടമ്പി സ്വാമിയുടെ കളർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി ജയന്തി ഇന്ന്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമിയുടെ 171-ാം ജയന്തി ആഘോഷം ഞായറാഴ്ച സമാധിസ്ഥാനമായ കൊല്ലം പന്മൻ ആശ്രമത്തിൽ പൂജകളും പ്രഭാഷണവും നടക്കും. അഴിമതി കേസ് RG കർ കോളേജിനെതിരെ CBI അന്വേഷണം. RG കർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗ കൊലയുടെ അന്വേഷണത്തിന് പുറമെ സ്ഥാപനത്തിലെ അഴിമതിയെ കുറിച്ചുള്ള കേസിലും CBI അന്വേഷണം തുടങ്ങി. NPS വിടാം, ഇനി UPS. ഏകീകൃത പെൻഷൻ പദ്ധതിയുമായി കേന്ദ്രം. കേന്ദ്ര ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ. NPS-ലുള്ളവർക്ക് ഇനി UPS-ലേക്ക് മാറാം. മിനിമം പെൻഷൻ 10,000 രൂപ. കുടുംബ പെൻഷൻ 60%. 2025 ഏപ്രിൽ 1-ന് നടപ്പാകും. കേന്ദ്ര വിഹിതം 14% നിന്നും 18% പദ്ധതിക്ക് 2004 മുതൽ പ്രാബല്യം. വിരമിച്ചവർക്ക് കുടിശ്ശികയും പലിശയും. 23 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് നേട്ടം. സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കിയാൽ 90 ലക്ഷം പേർക്ക് ഇത് നേട്ടമാകും. ഇത് മാന്യത ഉറപ്പാക്കുന്ന തീരുമാനമെന്ന് പ്രധാനമന്ത്രി. സ്പോർട്സിനെ സംബന്ധിച്ച് 2 വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ശിഖർ ധവാൻ വിരമിച്ചു. ഇന്ത്യൻ താരവും ഓപ്പണിംഗ് ബാറ്ററുമായ ശിഖർ ധവാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു പ്രഖ്യാപനം. കോഹ്ലിയുടെ ജേഴ്സിക്ക് 40 ലക്ഷം, രോഹിതിന്റെ ബാറ്റിന് 24 ലക്ഷം. ക്രിക്കറ്റ് താരങ്ങളുടെ വസ്തുക്കൾ ലേലത്തിൽ വിറ്റത് 1.9 കോടിക്ക്. മുംബൈയിൽ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുടെ വസ്തുക്കൾ ലേലം ചെയ്ത് നേടിയത് 1.9 കോടി. ക്രിക്കറ്റ് താരമായ KL രാഹുലും ഭാര്യ അതിയയും ചേർന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കുന്നതിന് നടത്തുന്ന വിപ്ലവ് ഫൗണ്ടേഷന് വേണ്ടിയായിരുന്നു ലേലം. രാഹുലിന്റെ മുത്തശ്ശിയാണ് വിപ്ലവ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. വിരാട് കോഹ്ലിയുടെ ഗ്ലൗസിന് ലഭിച്ചത് 28 ലക്ഷം. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണിയുടെ ബാറ്റിന് 13 ലക്ഷം. മുൻ താരവും ഇന്ത്യൻ കോച്ചുമായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ ബാറ്റിന് ലഭിച്ചത് 11 ലക്ഷം. സൗത്ത് ആഫ്രിക്കൻ താരമായ ക്വിന്റൺ ഡീകോക്കിന്റെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസിന് 1.1 ലക്ഷം. ജോസ് ബട്ട്ലറുടെ ജേഴ്സിക്ക് 55,000. ധോണിയുടെ ബാറ്റിംഗ് ഗ്ലൗസിന് 3.5 ലക്ഷം. KL രാഹുലിന്റെ ബാറ്റിംഗ് പാഡിന് 2.4 ലക്ഷം.
രാഹുലിന്റെ ഹെൽമെറ്റിന് 4.2 ലക്ഷം. മലയാളി താരം സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ജേഴ്സിക്ക് 50,000 രൂപയും ലഭിച്ചു എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഒന്നാമത്തെ പേജിലെ വാർത്തകൾ. ഇനി നമ്മൾ ഉൾപേജുകളിൽ പോകുന്നു. 2ഉം 3ഉം ബംഗളൂരു സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തയാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. ഇനി 5ാം പേജിലെ വാർത്തയും വീക്ഷണവും പേജിൽ ചില ഹേമ കമ്മീഷന്റെ അനുബന്ധമായ കുറെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചത് തന്നെ, പുറത്തുവിട്ടത് വിവരാവകാശ കമ്മീഷന്റെ അന്ത്യശാസനയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെങ്കിലും വിവരാവകാശ കമ്മീഷന്റെ വിചാരണകളിൽ പ്രകടമായത് സർക്കാരിന്റെ ഒഴിഞ്ഞുമാറൽ. കേസ് പരിഗണിച്ച വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം 3 തവണ വിളിപ്പിച്ചെങ്കിലും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് കൈമാറാൻ തയ്യാറായില്ല. താരനിശ നടത്താനുള്ള സംഘടനയല്ല അമ്മ എന്ന് ഉർവശി. താരനിശ നടത്താനുള്ള സംഘടനയല്ല അമ്മയെന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടണമെന്നും നടി ഉർവശി. ഹേമ കമ്മിറ്റി വിഷയത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് ചേർന്ന് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് വത്സരവാക്കത്തെ വീട്ടിൽ വെച്ച് ഉർവശി പറഞ്ഞു. അമ്മയെ തള്ളി കൂടുതൽ അംഗങ്ങൾ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയ നിലപാടിനോട് വിയോജിച്ച് വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തിയതിന് പിന്നാലെ കൂടുതൽ ഭരണസമിതി അംഗങ്ങൾ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞു. നടപടിക്ക് പരാതി വേണമെന്ന് തൊഴിൽ മന്ത്രി. സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മനുഷ്യരെന്ന നിലയ്ക്കുള്ള പരിഗണന നൽകണം, അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കണമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിനെതിരെ ചെന്നിത്തലയും സുരേന്ദ്രനും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം സർക്കാർ പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന് രമേശ് ചെന്നിത്തല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സംശയത്തിന് നിഴലിലാക്കരുത്, നിരപരാധികളുടെ മുഖം രക്ഷിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം, സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കണം, കേസ് എടുക്കണമെന്ന് കെ സുധാകരൻ. ബംഗാളി നടിയുടെ ആരോപണത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ബാധ്യത സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിന് മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. രാജിവെച്ച് നിഷ്പക്ഷമായ അന്വേഷണമാണ് ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ എല്ലാ കാലത്തുമുണ്ട്. ഇന്ദ്രൻസ്. ഇപ്പോൾ ചർച്ചയാകുന്ന പല കാര്യങ്ങളും സിനിമാ മേഖലയിൽ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും സിനിമയ്ക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരില്ലെന്നും നടൻ ഇന്ദ്രൻസ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് മുകേഷ്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് നടനും MLAയുമായ മുകേഷ്. ഇനി പരാതി നൽകിയിട്ട് എന്ത് കാര്യം? ശ്രീലേഖ മിത്ര. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇനി പരാതി നൽകുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണെന്നുള്ളതെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര. പരാതി നൽകിയാൽ പരിഗണിക്കാമെന്ന സാംസ്കാരിക മന്ത്രിയുടെ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പരാതി നൽകാൻ സഹായിക്കാമെന്ന് മന്ത്രി വീണ ജോർജ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളുടെ തുടർച്ചയായി ആർക്കെങ്കിലും പരാതി കൊടുക്കുന്നതിന് സഹായം ആവശ്യമെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുമെന്ന് മന്ത്രി വീണ ജോർജ്. ക്രീമി ലെയർ സമ്മർദ്ദം ശക്തമാക്കി ദളിത് സംഘടനകൾ. പട്ടികജാതി വർഗ വിഭാഗങ്ങളിലെ ക്രീമി ലെയർ ഭാഗത്തെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഓഗസ്റ്റ് 1 സുപ്രീം കോടതി നിരീക്ഷണം കേന്ദ്ര സർക്കാർ തള്ളിയെങ്കിലും സംവരണ സംരക്ഷണം എന്ന ആവശ്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം കനപ്പിച്ച ദളിത് സംഘടനകൾ. അസമിൽ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം. നോർത്ത് ലഖിംപൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമണങ്ങൾ നടത്തിയ 2 പേർ അസമിലെ ലഖിംപൂർ ജില്ലയിൽ അറസ്റ്റിലായി. അഴിമതി തടയൽ നിയമം. പൊതുസേവകർക്കെതിരെ അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണോ? അഴിമതി തടയൽ നിയമപ്രകാരം പൊതുസേവകർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ മജിസ്ട്രേറ്റിന് ബന്ധപ്പെട്ട അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമാണോ എന്ന വിഷയം പരിശോധിക്കാൻ സുപ്രീം കോടതി. കൈക്കൂലി കേസിലെ നടപടികൾ പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇനി വീണ്ടും അകത്തോട്ട് പോകുമ്പോൾ 7ാം പേജിലെ വാർത്തകളാണ്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് സംവരണം ആയുധമാക്കാൻ BJP. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗ സംവരണം പ്രചരണായുധമാക്കാൻ BJP അനുച്ഛേദം 370 റദ്ദാക്കിയതിന് പിന്നാലെ ഏർപ്പെടുത്തിയ പിന്നോക്ക സംവരണം അട്ടിമറിക്കാനാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ശ്രമിക്കുന്നതെന്നാണ് BJPയുടെ വാദം. രാജസ്ഥാനിൽ സർക്കാർ ജീവനക്കാർക്കുള്ള വിലക്ക് നീക്കി. സർക്കാർ ജീവനക്കാർക്ക് RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള വിലക്ക് നീക്കി രാജസ്ഥാൻ.
സംസ്ഥാനത്ത് 52 വർഷമായി തുടരുന്ന നിരോധനം നീക്കിയതായി പേഴ്സണൽ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്ര സിംഗ് സർക്കുലറിൽ അറിയിച്ചു. ബുൾഡോസർ നീതി അംഗീകരിക്കാനാവില്ല എന്ന് പ്രിയങ്ക. ബുൾഡോസർ ഉപയോഗിച്ച് നീതി നടപ്പാക്കുന്നതിൽ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അത് തുടരരുതെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ പ്രതിഷേധത്തിനിടയിലുള്ള അക്രമത്തിൽ പങ്കാളിയെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീടിടിച്ചു നിരത്തിയതിനു പിന്നാലെയാണ് പ്രിയങ്കയുടെ പ്രതികരണം. ഓൺലൈൻ വ്യാപാരത്തിലൂടെ ലാഭം വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്, വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി അറസ്റ്റിൽ. ഓൺലൈൻ വ്യാപാരത്തിൽ ലാഭം വാഗ്ദാനം ചെയ്ത് LIC ഉദ്യോഗസ്ഥന്റെ 12.75 ലക്ഷം തട്ടിയ കേസിൽ മുഖ്യപ്രതിയെ കാസർഗോഡ് ടൗൺ പോലീസ് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കോഡൂർ ഉറുദു നഗറിലെ VH ബത്തുള്ളയെയാണ് 24 അറസ്റ്റ് ചെയ്തത്. ഇനി നമ്മൾ സ്പോർട്സ് പേജിൽ ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ ശിഖർ നിർത്തി ധവാൻ. ശിഖർ ധവാന്റെ റിട്ടയർമെന്റിനെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്. പിന്നെ കേരള പ്രീമിയർ ലീഗ്, കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞുള്ള ഒരു IPL മാതൃകയിൽ കേരള സംസ്ഥാനത്ത് ഒരു ടൂർണമെന്റ് തുടങ്ങുകയാണ്. അതിന്റെ ആദ്യ സീസൺ ആരംഭിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്. 6 ടീമുകളാണ് ഇതിലുള്ളത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ്, തൃശൂർ ടൈറ്റൻസ്, ട്രിവാൻഡ്രം റോയൽസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നീ 6 ടീമുകൾ മാറ്റുരയ്ക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾ തിരുവനന്തപുരത്ത് ഉടൻ ആരംഭിക്കുന്നതാണ്. അതിന്റെ പരിശീലനമൊക്കെ നടക്കുന്നു എന്നുള്ളൊരു വാർത്ത വിശദമായിട്ട് തന്നെ സ്പോർട്സ് പേജിൽ മാതൃഭൂമി കവർ ചെയ്തിട്ടുണ്ട്. മിന്നും മണി കേരളം വിടുന്നു, ഇനി റെയിൽവേക്ക് കളിക്കും. ഇന്ത്യൻ വനിതാ ടീം അംഗവും A ടീം ക്യാപ്റ്റനുമായ മിന്നും മണി കേരളം വിടുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇനി റെയിൽവേയുടെ ജേഴ്സി അണിയും. റെയിൽവേ ജീവനക്കാരിയായതിനാൽ മിന്നും മണിക്ക് റെയിൽവേക്കായി കളിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ആദ്യ റൗണ്ടിൽ എനിക്ക് വായിക്കാനുള്ള വാർത്ത. ഇനി സമയം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ കൂടുതൽ വാർത്തകളുമായിട്ട് വരാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ഓവർ ടു മോഡറേറ്റർ.